വി.ഡി. സതീശൻ അധികാരത്തിലെത്തിയതിനു ശേഷം കേരളം നിക്ഷേപങ്ങളുടെ പറുദീസയാവുകയാണ്. വികസനം ആഗ്രഹിക്കുന്ന ഒരു സർക്കാരും മുഖ്യമന്ത്രിയുമാണ് നാടുഭരിക്കാൻ തുടങ്ങിയത് എന്ന് ഉറപ്പായതോടെ കമ്പനികൾ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമെല്ലാം കേരളത്തിൽ പണം മുടക്കാൻ മത്സരിക്കുകയാണിപ്പോൾ. നമുക്കറിയാം, 27,000 കോടി രൂപയുടെ മുതൽ മുടക്ക് നടത്തിയ അദാനിയുടെ വിഴിഞ്ഞം പോർട്ടിൽ തന്നെ അതിൻ്റെ 49% വാങ്ങാൻ ആളെത്തുകയാണ്. അതായത് 13,000 കോടി രൂപ നിക്ഷേപിക്കാൻ ഞങ്ങൾ തയ്യാറുണ്ട് എന്നും പറഞ്ഞ് ലോകോത്തര കമ്പനിയായ MSC വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം കേരളത്തിൻ്റെ വികസന സാധ്യതകളെ എത്രത്തോളം പോസിറ്റീവായി കാണുന്നു എന്നതിൻ്റെ തെളിവാണത്. അപ്പോഴാണ് ഒരു ഉച്ചഭക്ഷണം കഴിച്ചതിൻ്റെ പേരും പറഞ്ഞ് ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് CPM ഇതിനൊക്കെ തുരങ്കം വെക്കാൻ നോക്കുന്നത്. വി.ഡി. സതീശൻ ഹെലികോപ്റ്ററിൽ പോയി എന്ന് പറയുന്നതിനെയും ഇങ്ങനെ വളച്ചൊടിക്കാൻ നോക്കുകയാണ്. പക്ഷേ ഹെലികോപ്റ്റർ ആരാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നെല്ലാവർക്കും അറിയാം. ആ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് വച്ച് അത് പറത്തിയാലും പറത്തിയില്ലെങ്കിലും 80 ലക്ഷം രൂപ മാസം തോറും എണ്ണിക്കൊടുക്കണമെന്ന് ഉറപ്പ് നൽകിയത്, അങ്ങനെ പറഞ്ഞ് കരാർ ഒപ്പിട്ടത് പിണറായി വിജയനായിരുന്നു. ആ പിണറായി വിജയൻ്റെ ദൂർത്ത് പോലെയല്ല ഏതായാലും ഇത്. അതിൽ 25 മണിക്കൂർ സൗജന്യമായി ഉണ്ടായിരുന്ന സമയത്താണ് കൊച്ചിയിലേക്ക് വി.ഡി. സതീശൻ യാത്ര ചെയ്തത്. അതും വലിയൊരു ബിസിനസ് രാജാക്കന്മാരോടൊത്ത് സംസാരിക്കാൻ വേണ്ടിയാണ്. കേരളത്തിൽ അവർ മുടക്കാൻ ഉദ്ദേശിക്കുന്ന നിക്ഷേപത്തെക്കുറിച്ച് സംസാരിക്കാനാണ് സതീശൻ ഹെലികോപ്റ്ററിൽ ഓടിയെത്തിയത് എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട മിഷൻ സമുദ്ര പദ്ധതി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാൻ തമിഴ്നാടും മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ സന്ദർശിച്ച ഒരു അന്താരാഷ്ട്ര ദേശീയ നിക്ഷേപ ഗ്രൂപ്പുകളുമായി ഒരു ചർച്ച നടത്തിയിട്ടുള്ളത് എന്ന് സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ തമിഴ്നാട് സർക്കാരിൻ്റെ അടുത്തും ആ ബിസിനസ്സുകാർ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ കേരളത്തിൽ ഒരിക്കലും അത് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് കരുതിയാണ് ഇത്രയും വേഗം സതീശൻ ഓടിയെത്തിയത് എന്നുള്ളത് അവിടെ നിന്ന് വ്യക്തമാകുന്നു. അവരെ കാണാൻ ഹെലികോപ്റ്ററിൽ അടിയന്തരമായി സതീശൻ പോയതിനെയാണ് ഇപ്പോൾ വളച്ചൊടിക്കുന്നത്. അവരെയും വി.ഡി. സതീശൻ കേരളത്തിലേക്ക് നിക്ഷേപത്തിനായിട്ടാണ് ക്ഷണിച്ചത്. അതിലെന്താണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അങ്ങനെ എല്ലാം മുൻകൂട്ടി മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം എന്നൊന്നുമില്ല. അങ്ങനെയൊന്നും മുഖ്യമന്ത്രിയുടെ ചർച്ചകളൊന്നും പറയേണ്ടതുമില്ല. പക്ഷേ കരാർ ഒപ്പുവെക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളെ അറിയിക്കുന്നത് ഒരു മാന്യതയാണ്. അതിന് സമയമായിട്ടില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നമുക്കറിയാം, നിക്ഷേപം ഇപ്പോൾ കൊണ്ടുവരാമെന്നും പറഞ്ഞ് എവിടെയെല്ലാം പോയിരുന്നു, എന്നിട്ട് ഒരു ചുക്കും കേരളത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. മാത്രമല്ല, ദുബൈ വഴി വന്നതിനും പോയതിനുമുള്ള കണക്ക് എവിടെയുമില്ല. എല്ലാം നിഗൂഢതയായിരുന്നു. എന്നാൽ വി.ഡി. സതീശൻ വികസനത്തിൻ്റെ രാജാവായി മാറുന്നത് CPMന് പിടിക്കുന്നില്ല. കേരളത്തിൽ കപ്പൽ നിർമ്മാണ മേഖലയിലും അനുബന്ധ പദ്ധതികളിലുമായി ഏകദേശം 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ പുനരുജ്ജീവിപ്പിക്കാൻ കൂടുതൽ സ്വകാര്യ നിക്ഷേപങ്ങൾ കൊണ്ടുവരുമെന്നും അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ 10,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ബജറ്റിന് ശേഷമുള്ള വിശദീകരണങ്ങളിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. അങ്ങനെയുള്ളൊരു വികസന നായകൻ ഒരു ഉച്ചഭക്ഷണം കഴിച്ചതിൽ കറികളുടെ എണ്ണവും വറുത്ത മീനിൻ്റെ കണക്കും പറഞ്ഞുള്ള വിമർശനങ്ങൾ യഥാർത്ഥ CPMനെയാണ് കേരളത്തിന് പരിചയപ്പെടുത്തിയത്. ട്രാക്ടറും കമ്പ്യൂട്ടറും അടക്കം എല്ലാ വികസന ആധുനിക ഉപകരണങ്ങൾ വരെ എതിർത്ത CPMുകാർ സതീശനെ എതിർക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവരെല്ലാവരും ഇത് അംഗീകരിക്കുമെന്നതിൽ സംശയമില്ല.